ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നു. നോട്ടിഫിക്കേഷൻ നമ്മളെല്ലാവരും കണ്ടു. ഫസ്റ്റ് എക്സാം ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ അതിൽ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ അടങ്ങുന്ന ഒരു എക്സാം സീരീസ് എന്ന രീതിയിൽ നമ്മൾ കുറച്ച് വീഡിയോസ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ഏരിയയാണ് മൊഡ്യൂൾ 5 ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 5 എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്ന് വ്യത്യസ്ത വീഡിയോകളായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഓരോ മാക്സിമം ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞു നീട്ടുന്നില്ല, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടോപ്പിക്കാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നൊക്കെ നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് ഇക്വേഷൻ കണ്ടതിന് ശേഷം ഇതൊന്ന് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള കാര്യം, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് ബൈ യൂസിങ് ഓൾ ദ മെത്തേഡ്സ്. ഓൾ ദ മെത്തേഡ്സ് ആണെങ്കിലും ഇത് ഞാൻ ജസ്റ്റ് ക്ലാസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ മീൻ. കാരണം ഏതെങ്കിലും ഒരു സ്പെസിഫിക് മെത്തേഡ് വേണം എന്ന് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിൾ ആവുന്ന മെത്തേഡ് ആക്ച്വൽ മീൻ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ മീൻ മെത്തേഡ് ചെയ്തു പോവാം. അതിന് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ നോക്കാം. മാർക്സ് തന്നിട്ടുണ്ട്. എക്സ് എന്ന പേരിൽ നമ്മൾ എടുക്കുന്ന മാർക്സ് 1 to 3, 3 to 5, 5 to 7, 7 to 9. അതുപോലെ തന്നെ അതിന് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇതിന്റെ ഫ്രീക്വൻസി ആണ് ഈ തന്നിട്ടുള്ളത്. ഫ്രീക്വൻസി 40, 30, അതുപോലെ തന്നെ 20 ഉണ്ട്, 10 ഉണ്ട്. ഇതാണ് ഫ്രീക്വൻസി. നമ്മൾ ഇതിന്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇതിനെ ആൻസർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അറിയുന്നവരുണ്ടാവും. അങ്ങനത്തെ ആളുകൾ നേരെ എൻ്റെ കൂടെ ചെയ്തു പോവുക, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ചെയ്തു പോവുക. അല്ലാത്ത ആളുകൾ ഒന്ന് കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്യാതായിരിക്കും എന്നാവുക. അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് നമുക്ക് വേണ്ട സ്റ്റെപ്സ് ഒന്ന് നോക്കാം ആദ്യം. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് അത് നമ്മുടെ ഇക്വേഷൻ ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നാലേ ഏറ്റവും സിമ്പിൾ ആവും, അതല്ലേ എന്ന് കരുതിയിട്ടാണ്. ഇക്വേഷൻ നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. ഓക്കെ, എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്, അത് ഡിവൈഡ് ബൈ എൻ ആണ്. എക്സ് മൈനസ് എക്സ് ബാറിന് പകരം പലപ്പോഴും ഡി എന്നും പറയാറുണ്ട്. അത് മറ്റു മെത്തേഡുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ മറ്റു മെത്തേഡുകളും കൂടെ നിങ്ങൾ പഠിക്കുന്നത് ആയതുകൊണ്ടാണ് എക്സ് മൈനസ് എക്സ് ബാർ നിർത്തത്. ഇത് എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കുക. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, അത് നമുക്കറിയാം. എക്സ് മൈനസ് എക്സ് ബാർ മനസ്സിലാക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഓരോ വാല്യൂസ് ആണ്, ഒബ്സർവേഷൻ ആണ്. അതുപോലെ തന്നെ എക്സ് ബാർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എന്താണ്, മീനാണ്. അപ്പോൾ ഓരോ ഒബ്സർവേഷനും മീന് കുറച്ച് കിട്ടിയിട്ട് അതിന്റെ സ്ക്വയർ കണ്ട് ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രീതിയിലാണ് പോവുക. അപ്പൊ അത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, ആദ്യം നമുക്ക് മീന് കാണണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ ഫസ്റ്റ് നമുക്ക് മീന് കാണേണ്ടതുണ്ട് എന്ന കാര്യം ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇനി ആൻസറിലേക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന രീതി, മീന് കാണാൻ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് തന്നെയാണ് എടുക്കുന്നത്. അതിന് മുൻപായിട്ട് ആദ്യം മീന് കാണണമെങ്കിൽ ഉള്ള ഇക്വേഷൻ എന്താ, സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ എന്ന ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എക്സ് കിട്ടണം. എക്സ് എന്ന് പറയുമ്പോൾ ഈ എക്സ് എടുത്തിട്ട് ഇതിന്റെ മിഡ് പോയിന്റ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. 1ഉം 3ന്റെ ഇടയിലുള്ള സംഖ്യ ഏതാ, 1ഉം 3ന്റെ ഇടയിൽ 2 ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതി ചെയ്യാം. 3+1 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ല എങ്കിൽ 1ന്റെയും 3ന്റെ ഇടയിലുള്ള സംഖ്യ നമുക്കറിയാലോ. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് 4 വരും, അടുത്തത് 6 വരും, പിന്നെ 8 വരും. അങ്ങനെ നമ്മൾ എക്സ് നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് കിട്ടിയ ആൻസർ മറ്റു കാര്യങ്ങളൊന്നും ജസ്റ്റ് കാണാം. ശേഷം നമുക്ക് എന്ത് വേണം, നമ്മുടെ ഇക്വേഷൻ ഒന്നും കൂടെ ഓർക്കുക. മീന് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ആണല്ലോ. അപ്പൊ നമുക്ക് എക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി എഫും എക്സും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം. എഫും എക്സും മൾട്ടിപ്പിൾ ചെയ്ത് അതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ എഫ് എക്സ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് എഫ് എക്സ് ഒന്ന് കാണാം. എഫ് എക്സ് കാണുമ്പോൾ എന്താണ് ചെയ്യുക, എഫ് എക്സിന് കോളം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 40ഉം 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 40 × 2 80 വരും. അത് ആ രീതിയിൽ ഓരോന്നും മൾട്ടിപ്പിൾ ചെയ്തെടുക്കാൻ ഞാൻ ചെയ്ത ആൻസർ ഒന്ന് കാണിക്കാം. ഇതെങ്ങനെ കിട്ടി, എഫും എക്സും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്തതാണ്. എഫും എക്സും മൾട്ടിപ്പിൾ ചെയ്ത ആൻസർ നമ്മൾ
എടുത്തു വെക്കുക. എഫും എക്സും വന്നു. എഫും എക്സും ഇതിന് ഇവിടെ 80 വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് 30ഉം 4ഉം 40 30 40 30യും 44ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 120. 20യും 6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 120. 10 ആൻഡ് 8 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 80. അപ്പൊ ഇത് എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 120 120 240 240 160 ടോട്ടൽ ചെയ്യുമ്പോൾ 400 കിട്ടി. അപ്പൊ സിഗ്മ എഫ് എക്സ് 400 ആണ്. എൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് 40ഉം 30ഉം 70 70 പ്ലസ് 20 പ്ലസ് 10 അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 100 അത്തരം കാര്യങ്ങൾ കിട്ടി. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എന്നിലേക്ക് വരുമ്പോൾ 400 ഡിവൈഡ് ബൈ 100 വരും. നമ്മൾ രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ ഫൈനൽ ആൻസർ 4 എന്ന് വരും. ഇതാണ് നമ്മുടെ മീൻ. ഇനിയാണ് നമ്മുടെ കാര്യങ്ങൾ. നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ കാണണം. ഓക്കെ, എക്സ് മൈനസ് എക്സ് ബാർ എങ്ങനെ കാണുക നമുക്ക് നോക്കാം. എക്സ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, എക്സ് ബാർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 2 മൈനസ് 4, അതേപോലെ 4 മൈനസ് 4, 6 മൈനസ് 4, 8 മൈനസ് 4. ഇതിന്റെ ആൻസർ കാണണം. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് കണ്ടു നോക്കാം. എക്സ് മൈനസ് എക്സ് ബാറിന്റെ ആൻസേഴ്സ് ആണ് ഈ കാണുന്നത്. നമുക്ക് നോക്കാം ഓരോ ആൻസറും. എക്സ് മൈനസ് എക്സ് ബാറിന്റെ ആൻസർ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒന്നാമത്തെ ആൻസർ എന്താ വരുന്നത്? ഓക്കെ, ഒന്നാമത്തെ ആൻസർ നമുക്ക് നോക്കാം. എക്സ് മൈനസ് എക്സ് ബാർ 2 മൈനസ് 4ന്റെ ആൻസർ കണ്ടു. ഓക്കെ, ഇവിടെ വരുന്ന എന്താണ്? 4 മൈനസ് 4 6 മൈനസ് 4 8 മൈനസ് 4. ഓക്കെ, അത് കണ്ടതിന് ശേഷം അതിന്റെ ആൻസർ നമ്മൾ ഇവിടെ എഴുതുക. അടുത്ത കോളം എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാറിന്റെ സ്ക്വയർ ആണ്. എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ട ആൻസർ ഇതാ ഇവിടെ കൊടുത്തു. 2 0 2 4. അപ്പം ഓക്കെ, 2 മൈനസ് 4 മൈനസ് 2 മൈനസ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ മൈനസ് 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം -2 ഇൻറ്റു -2 എന്ന് പറഞ്ഞ ആൻസർ എന്താ വരിക? പോസിറ്റീവ് ആണ്. സ്ക്വയർ കാണുമ്പോൾ എന്തായാലും പോസിറ്റീവ് തന്നെയാണ് വരിക. ഓക്കെ, 0ന്റെ സ്ക്വയർ 0, 2ന്റെ സ്ക്വയർ 4, 4ന്റെ സ്ക്വയർ 16. അപ്പൊ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സംഖ്യകൾ 4 0 4 16 ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക. അതിന്റെ സമ്മ് കാണാം. അതിന് നമ്മൾ സിഗ്മ എഫ് സോറി ഇതിന്റെ സമ്മ് കാണേണ്ടതില്ല, കാരണം എഫ് കൊണ്ട് ചെയ്യേണ്ടതുണ്ട്. സോറി. അപ്പൊ അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം? എഫും എക്സ് മൈനസ് എക്സ് ബാറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അത് നോക്കാം. എഫ് നമ്മൾ എടുത്ത് ഓൾറെഡി ഉണ്ട്. എവിടെയാണ് എഫ്? 40. 40ഉം ഈ 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 30ഉം ഈ 0യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 20ഉം അതുപോലെ തന്നെ 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ആൻസർ നമുക്ക് നോക്കാം. ഈ ആൻസർ എങ്ങനെ കിട്ടി? എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എഫ് ഇതാ ഇവിടെ 40 ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 40യും അതുപോലെ തന്നെ ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 160 കിട്ടി. അതുപോലെ 30 അതുപോലെ തന്നെ 0 അവിടെ ഒന്നും ആൻസർ എന്ത് ചെയ്യൂല, വരൂല. പിന്നെ 20യും അതുപോലെ തന്നെ 4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 80 കിട്ടി. ഓക്കെ, ഇതിന് 10ഉം അതുപോലെ തന്നെ 16ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 160 കിട്ടി. അപ്പൊ ടോട്ടൽ നമ്മുടെ ആൻസർ 400 വന്നു. ഓക്കെ, 400 കിട്ടി. അപ്പൊ നമ്മുടെ ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ എന്നുള്ളതാണ്. ഓക്കെ, ഇതിലെല്ലാ ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്കൊന്ന് ആൻസറിലേക്ക് പോവാം. ആൻസറിലേക്ക് പോകുമ്പോൾ ഓക്കെ നമുക്കൊന്ന് നോക്കാം എന്താണ് ആൻസർ എന്നുള്ളത്. ഇക്വേഷൻ നമ്മൾ എഴുതി. ഇക്വേഷൻ എഴുതിയതിനു ശേഷം താഴെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഡാറ്റ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട് 400 എന്ന്. ഇവിടെ 400 ഇതാ ഈ 400 നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 400 നമ്മൾ ഇവിടെ എടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫ്രീക്വൻസിന്റെ ടോട്ടൽ 100 എടുത്തു. അപ്പൊ ഫൈനൽ ആൻസർ വരുമ്പം സ്ക്വയർ റൂട്ട് ഓഫ് 4 വന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആണ്. ഓക്കെ, ഇനി കോവേരിയൻസും കൂടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100 ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആയിരുന്നു, മീൻ നേരത്തെ 4 ആയിരുന്നു. ഇൻറ്റു 100 ചെയ്താൽ കോവേരിയൻസ് എത്ര എന്നുള്ള രീതിയിൽ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി ബന്ധപ്പെട്ട ആൻസേഴ്സ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി അടുത്ത എക്സാം സീരീസ് മറ്റുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്ത മറ്റു BNM ക്വസ്റ്റ്യൻസിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ എന്തായാലും കൃത്യമായിട്ട് കണ്ടിട്ട് അതിന്റെ റിവ്യൂ കാര്യങ്ങൾ അറിയിക്കുക, ഫീഡ്ബാക്ക് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വേണം ക്ലാസ്സിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും സജഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രത്യേകം അറിയേണ്ടതുണ്ടെങ്കിൽ അത് കമന്റ്
കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതലൊന്നും പറയാനില്ല. സ്പീഡ് തോന്നുന്ന ആളുകൾ പ്രത്യേകിച്ച് അത് നമ്മുടെ ഇതുണ്ടല്ലോ സ്പീഡ് പ്ലേ അതിന്റെ ആ ഒരു സെറ്റിങ്സ്, അത്തരം സെറ്റിങ്സ് എടുത്തിട്ട് പ്ലേ ബാക്ക് സ്പീഡ് ഒന്ന് കുറച്ചെടുത്താൽ മതി. ഓക്കെ, തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഗുഡ് ബൈ.